ഇതിപ്പോ സെക്കൻഡ് ടൈം ആണ് കാണുന്നത്. നല്ല പടമാണ്. വെറുതെ ഡീഗ്രേഡ് ചെയ്യണതാണ്. കൊള്ളാം, നല്ല പടമാണ്. മ്യൂസിക് അത്ര പോരായിരുന്നു. ആ രാജുവേട്ടൻ ദീപക് ദേവിനെ പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനെന്ന് അറിഞ്ഞുകൂടാ. അങ്ങേരുടെ അടുത്ത് വല്ല കാട്ടിക്കളന്ന് സുഷിനെ വല്ലതും കൊടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്തേനെ. പൊളി അടിപൊളി അടിപൊളി. പൃഥ്വിരാജിന്റെ ഒരു കൊച്ചു പടം തന്നെയാണ് അതിൻ്റെ അകത്ത് കണ്ടത്. ഹോളിവുഡ് ലെവൽ. അയ്യോ, അത് പൃഥ്വിരാജിന്റെ ആ ഡയലോഗ് മാത്രമേ ഉള്ളൂ കൊച്ചു പടം എന്ന്. ശരിക്കും പറഞ്ഞ ആകാംക്ഷ ഉണ്ട്, അങ്ങ് ഇരുന്നു പോയി. ഈ അടുത്ത് തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട് അത്രയും വെയിറ്റിംഗ്. കൊള്ളാം. നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നൈസായിരുന്നു. നല്ല പടം, ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ടുണ്ട്. നല്ലതായിട്ട് ക്ലാസ് പടം. നല്ല പടമാണ്. മ്യൂസിക് ഒക്കെ ശരി. L3 ബിഗിനിങ് സൂപ്പർ ആയിരിക്കും. റിക്യൂണ് വന്നപ്പോ ആർക്കും അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും കൊള്ളാം, അടിപൊളി പടമാണ്. കൊള്ളാം നൈസ്. ഈ നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. ഇവന്മാര് ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കുത്തി നെഗറ്റീവ് പറയാണ്. നൈസ്. പൃഥ്വിരാജിന്റെ ഡയറക്ഷനൊക്കെ പക്ക. മലയാളം സിനിമ ഒരു ടിപ്പിക്കൽ മലയാളം സിനിമയല്ല ഇത്. അത് പക്ക ഒരു ഇംഗ്ലീഷ് പടം രീതിയിൽ എടുത്തേക്കുന്നത്. ലൂസിഫർ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് രീതിയിലാണ് എടുത്തേക്കണത്. കാണുമ്പോൾ തന്നെ ഒരു ഹോളിവുഡ് ഫ്ലിക്ക് ലെവലായിട്ട് തോന്നുകയും ചെയ്യും. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നെഗറ്റീവും ഇല്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ആളി കത്തുകയും ചെയ്യും. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന സ്ലൈറ്റ് ലാഗൊക്കെ ചെറുതായിട്ട് തോന്നുന്നു. അതൊന്നും ഒരു വിഷയമല്ല. സെക്കൻഡ് ഹാഫ് മോഹൻലാലിന്റെ കഴിഞ്ഞാട്ടവും എല്ലാം കൊള്ളാം. പൃഥ്വിരാജായാലും ടോവിനോയിലും എല്ലാവരും നയിച്ചായിരുന്നു. മോഹൻലാലൊക്കെ സ്ക്രീൻ പ്രസൻസ്, സ്വാഗ് എല്ലാം പക്കയായിട്ടാണ്. പൃഥ്വിരാജിന്റെ ഡയറക്ഷനൊക്കെ ആകുമ്പോൾ പൃഥ്വിരാജിന്റെ ഡയറക്ഷനാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കാനുള്ള. അന്യായ രീതിയിൽ തന്നെ മോഹൻലാലിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പക്ക, ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് നെഗറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല. അത് എനിക്ക് തോന്നുന്നത് ഇവന്മാര് മോഹൻലാലിന് കിട്ടിയ സീൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടുന്ന അതായത് ഈ ടിപ്പിക്കൽ മോഹൻലാൽ ഫാൻസുകാർക്ക് കിട്ടുന്ന ആ രീതി കിട്ടിയിട്ടില്ല. ഒരു ഇംഗ്ലീഷ് സിനിമ എന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പം അവർക്ക് ഈ മോഹൻലാലിനെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കിട്ടാത്തതിന്റെ ആ ഒരു അങ്ങനത്തെ ചെറിയ നെഗറ്റീവ് അതൊക്കെയാണ്. ഈ ഇംഗ്ലീഷ് സിനിമ കാണുന്നവർക്കൊക്കെ ഈ പടമൊക്കെ ഓക്കെ ആയിട്ട് നല്ല പോലെ ഇഷ്ടപ്പെടും. മോഹൻലാലിന് കുറച്ച് സീനേ ഉള്ളൂ. ഇപ്പൊ വിക്രം സിനിമയിൽ കമലഹാസൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ സിനിമയിലും കൊള്ളാം. അത് പക്ക ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട് ശീലിച്ചവർക്ക് ഈ പടമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നൈസ് പടം, നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. നല്ലൊരു പടം തന്നെ.